കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് വെച്ചാൽ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം നമ്മൾ അതിനുള്ള കേക്ക് വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാനും സുചേട്ടനും ഞാനും കൂടെ കേക്കൊക്കെ വാങ്ങിക്കാൻ പോയിരുന്നു. അപ്പം നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം നമ്മൾ മോഡേൺ ബേക്കറിയിലാണ് കേക്ക് വാങ്ങിച്ചത്. ആറ്റിങ്ങൽ മോഡേൺ ബേക്കറി. അവിടെ മാത്രമേ നല്ല ഫ്രഷ് കേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ അപ്പോൾ ഉണ്ടാക്കി തരുന്ന കേക്കാണ്. അപ്പം ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഡിസ്. അപ്പോൾ എനിക്ക് വൈറ്റ് ഫോറസ്റ്റാണ് എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റാണ്. വേറെ കേക്കിൻ്റെ വേറൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റേ നമ്മളിവിടെ വാങ്ങിക്കാറുള്ളൂ ഏത് കാര്യത്തിലും. അപ്പം നമ്മൾ കേക്ക് മുറിക്കുന്ന കാര്യമൊക്കെ നോക്കിയാണ്. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കാനായിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇതുവരെയും കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം ആയെങ്കിലും ഇതുവരെ ഒരുമിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി എടുത്തിട്ടുമില്ല. നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് നമ്മൾ അടുത്തടുത്ത് ഇല്ലേതാനും. അത് ചേട്ടൻ ഗൾഫിലായതുകൊണ്ട് എപ്പോഴും പുറത്താണ്. ഗൾഫിലായതുകൊണ്ട് നമ്മൾ തമ്മിൽ പുറത്തായതുകൊണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റാണ്. അപ്പം ചേട്ടൻ നാട്ടിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇക്കൊല്ലം വെഡ്ഡിങ് ആനിവേഴ്സറി എടുത്താലേ പറ്റുള്ളൂ. എല്ലാവരും എടുക്കുമ്പം എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ തവണ എന്തായാലും നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി എടുക്കും. അപ്പം നമ്മൾ കേക്ക് മുറിക്കലും അപ്പോൾ ഒരു കഷ്ണമായിട്ടാണ് മുറിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റില്ല, 2 കഷ്ണം പിന്നെ കുട്ടിയൊക്കെ കൂടെ ഉള്ളത് മുറിക്കണമെന്ന്. അപ്പം നമ്മൾ അങ്ങനെ 3-4 കഷ്ണം മുറിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ പീസായിട്ട് 3-4 തവണ കട്ട് ചെയ്തു. ഈ കേക്ക് അപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ചേട്ടന് തരാൻ തന്നിട്ട് എനിക്കിങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് ഞാൻ കൊടുത്തു, കേക്ക് കൊടുത്തു, പീസ് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് തരാനായിട്ട് പറഞ്ഞു. അപ്പോൾ കറങ്ങിക്കുട്ടി നല്ലതായിട്ട് വീഡിയോ ഒക്കെ പിടിക്കുകയാണ്. അപ്പോൾ ഞാനും കഴിച്ചായിരുന്നു കേക്ക്. അപ്പോൾ കേക്ക് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരും നല്ലതുപോലെ കേക്ക് എടുത്ത് കഴിച്ച്. അപ്പം ചേട്ടന് ചെറിയിലൊക്കെ പറ്റിയപ്പോൾ അതിലേക്ക് മാറ്റി. അപ്പം കറമ്പിക്കുട്ടി വീഡിയോ അടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാൻ അവളെ വായിലും കൂടെ ഇത്തിരി വെച്ച് കൊടുക്കാമെന്ന് കരുതി. അവൾക്ക് കേക്ക് കഴിക്കുമെങ്കിലും ആദ്യമൊക്കെ ഇത്തിരി മടിയായിരുന്നു. പിന്നെ വായിൽ വെച്ച്. അപ്പോൾ പൂട്ട് വീഡിയോ അടിക്കുന്ന തിരക്കായതുകൊണ്ടാണ് അവർക്ക് മുമ്പോട്ട് വരാത്തത്. വീഡിയോ നമ്മളിപ്പോൾ പിടിക്കുന്ന സ്റ്റാൻഡിൽ തന്നെ എങ്കിൽ പോലും അവർക്ക് മുമ്പോട്ട് വന്നൊന്നും നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്ന് നിൽക്കി. അപ്പോൾ നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ജെറിയൊക്കെ എടുത്ത് കഴിച്ചു. ജെറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ജെറിയായിരുന്നു. അപ്പോൾ നമ്മൾ ചില കടകളിൽ നിന്ന് കേക്ക് വാങ്ങിച്ചാൽ ഇട്ട് ബോറാണ്. പക്ഷേ ആറ്റിങ്ങിലുള്ളവരൊക്കെ ആണെങ്കിൽ മോഡേൺ ബേക്കറിയിൽ കേക്ക് വാങ്ങിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എനിക്ക് പനിയും ചുമയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ആ സമയത്ത് തന്നെയാണ് പനിയും ചുമയും, അതുകൊണ്ടാണ് എഡിറ്റിങ് ചെയ്യുമ്പോൾ ചുമയുടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ചേട്ടൻ കേക്കൊക്കെ കറമ്പുട്ടിക്കൊക്കെ എടുത്ത് കൊടുത്തു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അപ്പൂട്ടിയൊക്കെ ഉണ്ട്. അപ്പൂട്ടി വീഡിയോയിലോട്ട് വരുന്നില്ല. അപ്പം അവർ 3 പേരും കൂടെ ഇവിടെ എപ്പോൾ കേക്ക് വാങ്ങിച്ചാലും ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ നാളായി കേക്ക് വാങ്ങിച്ചിട്ട്. ഇപ്പം നമ്മൾ 1 കിലോയുടെ കേക്കാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞ 1/2 കിലോയുടെ കേക്ക് മതിയെന്ന് പറഞ്ഞപ്പം വേണ്ട, പറ്റില്ല, 1 കിലോയുടെ കേക്ക് വേണം. ബാക്കി ഇരിക്കുന്നത് ഒരുപാട് ബാക്കി വന്നു. അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചു. അപ്പം നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ചെറിയ രീതിയിൽ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ചേട്ടൻ്റെ കാല് ചൂട് വെള്ളം വന്ന് വീണ് പൊള്ളി. അപ്പം അങ്ങനെ ഇന്നലെയൊക്കെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയായിരുന്നു. അപ്പം അത്ര വലിയൊരു ഇതായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിൽ എടുക്കാമെന്ന് കരുതി. അങ്ങനെയാണ് കേക്കൊക്കെ വാങ്ങിച്ചത്. അപ്പം ഇവർക്ക് ഇപ്പോൾ കേക്ക് കൊടുക്കുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ ഇനി ഒരു പീസും കൂടെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കേക്ക് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞു ഒരുപാട് കൊടുത്താലും അവർക്ക് കുഞ്ഞുങ്ങളല്ലേ, കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ അപ്പോൾ അവർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടീന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. കറമ്പിക്കുട്ടിയേക്കാളും ഇഷ്ടം കുട്ടീനാണ്. അപ്പം ഞാൻ അതിന് ചെറിയിരുന്നത് കറമ്പിക്കുട്ടീനെ അതിൽ കൊടുത്ത് കറമ്പിക്കുട്ടി കഴിക്കണമെങ്കിൽ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂനുള്ളതും കൂടെ കണ്ടിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ
ഫസ്റ്റ് ടൈമായിട്ട് എടുക്കുന്നെങ്കിൽ അതൊരു ചെറിയ രീതിയിൽ എടുക്കണമെന്ന് തന്നെയായിരുന്നു എനിക്കുള്ളത്. അപ്പോൾ കുറേ നാളുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പങ്കിടാമെന്ന് കരുതി. അതുകൊണ്ടാണ് വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെയായിട്ട് വീഡിയോ ആയിട്ട് പങ്കിട്ടത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊന്നും കൊടുത്തില്ല. രണ്ടുപേർക്കും വയ്യ, എനിക്ക് പനിയായിരുന്നു, ചേട്ടന് കാല് പൊള്ളിയുകൊണ്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് ഗിഫ്റ്റൊന്നും കൊടുത്തില്ല. ഒരു കേക്ക് മാത്രം വാങ്ങിച്ച് മുറിച്ച് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഇപ്പം നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും ആക്കാമെന്ന് കരുതി. അപ്പം ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ അവസ്ഥ. ഇനി ഞാൻ കാണിച്ചു തരാം. കേക്ക് ഒരുവിധം ഇതായപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി കേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് പറഞ്ഞു. കറമ്പിക്കുട്ടി കേക്ക് ഇടണേണ്. ക്രീം കറമ്പിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേക്കിൻ്റെ ക്രീമുമായിട്ട് തിന്നാൻ. അവൾക്ക് കേക്കല്ല ഇഷ്ടം, ക്രീമാണ് ഇഷ്ടം. അങ്ങനെ ക്രീമൊക്കെ കഴിച്ച് പെട്ടെന്ന് കേക്കിൻ്റെ പരിപാടിയൊക്കെ തീർന്നു. അപ്പോഴത്തെ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട് വന്നു. അപ്പം ഞാൻ നൈറ്റിയാണ് വീട്ടിലിട്ടത്. അപ്പോൾ അത് തന്നെ എടുത്തിട്ടുണ്ട് വന്നു. പെട്ടെന്നൊക്കെ എടുത്തിട്ടുണ്ട് വന്നതിനും അപ്പോൾ പിന്നെ കേക്ക് ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞു. തുടച്ചൊന്ന് ക്ലീനൊക്കെ ചെയ്തു. പിന്നെ ബാക്കി ഉള്ള കേക്കിൻ്റെ ബേസ്ബോർഡ് അതേ ബേസ്ബോർഡ് തന്നെ അടച്ച് തിരിച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാനായിട്ട് പറഞ്ഞു. അപ്പം എനിക്ക് കേക്ക് വേണമെന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് കേക്ക് വേണ്ട, ഞാൻ ഒരു 1-2 കഷ്ണം തിന്നു, എനിക്കത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വീട്ടിൽ ജോലിയുണ്ട്. അപ്പോൾ ജോലി ഉള്ളതിൻ്റെ കോലമാണ്. അപ്പോൾ ഇനി ജോലി ചെയ്യാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ഇന്നിപ്പോൾ ബിരിയാണി വയ്ക്കാനാണ് കരുതുന്നത്. അപ്പോൾ ബിരിയാണി വയ്ക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഫുള്ളായിട്ട് ഇനി കറമ്പിക്കുട്ടി കേക്കൊക്കെ തിന്ന് ഇനി അവളെയൊക്കെ തുടച്ചെടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ബിരിയാണി വെച്ചു. പിന്നെ പപ്പടവും ബിരിയാണി സലാഡ് മാത്രമേ ഉള്ളായിരുന്നു. പായസം ആയിട്ടൊന്നുമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഉള്ളൊരു ചെറിയ ആഘോഷമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലെ അങ്ങോട്ട് വീഡിയോ ഇടാൻ നോക്കാം. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പം നമ്മളെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.